പാചകവാതക പ്രതിസന്ധി തമിഴ്നാട്ടിലും പ്രശ്നമുണ്ടാക്കുന്നു. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, എന്താണ് അവിടുത്തെ അവസ്ഥ? കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ മധുരയിൽ 398 ഗ്യാസ് സിലിണ്ടറുകളാണ് സിവിൽ സപ്ലൈസ് നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തത്. അതായത് പലയിടത്തും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കാര്യമായി തന്നെ നടക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായ ഒരു തെളിവ് തന്നെയാണ് ഈ ഒരു പരിശോധന എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തുന്ന അത്തരത്തിലൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ 3 പേർക്കെതിരെയാണ് പരാതി ഉണ്ടായിരുന്നത്. 3 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ മറ്റൊരു തീരുമാനം കൂടി ആലോചിക്കുന്നു, മറ്റൊരു നിർദ്ദേശം കൂടി നടപ്പാക്കാൻ ആലോചിക്കുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ഇത്തരത്തിലുള്ള കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയുന്നതിന് വേണ്ടി ഇത്തരക്കാർക്കെതിരെ ഗുണ്ടാ നിയമം ഉൾപ്പെടെ ചുമത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സൂചനകൾ കൂടി എന്തായാലും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ രൂക്ഷമായ പ്രതിസന്ധിയിലൂടെ തമിഴ്നാട് കടന്നു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, ഞാനിപ്പോൾ ഉള്ളത് വള്ളൂർക്കോട്ടം ഹൈറോഡിലാണ്. ഇതിപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. ഇവിടെ നമുക്ക് കാണാം 4 കടകൾ ഇത് ഉണ്ടായിരുന്നത്. ഏകദേശം മുഴുവൻ സമയവും രാവിലെ ഒരു 6 മണിയോട് തുടങ്ങിയാൽ രാത്രി ഒരു 10-10:30 മണി വരെ പ്രവർത്തിക്കുന്ന 4 ചായക്കടകളാണ് ഇത് ഇപ്പോൾ നമുക്ക് മുമ്പിലുള്ളത്, ദൃശ്യത്തിലുള്ളത്. പക്ഷേ ഇത് 4ഉം ഇന്ന് രാവിലെ മുതൽ തുറന്നിട്ടില്ല. ഇന്നലെ വൈകിട്ട് വരെ ഇത് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്. പക്ഷേ ഇന്നത്തോടുകൂടി ഇതിൻ്റെ പ്രവർത്തനവും അവസാനിച്ചിരിക്കുന്ന 4 കടകളാണ്. 4 കുടുംബങ്ങളുടെ ഉപജീവന മാർഗമാണ്. എന്തായാലും ഗ്യാസ് കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ അവർ ഈ 4 കടകളും അടച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയേണ്ടത്. അങ്ങനെ ചെന്നൈ നഗരത്തിൽ നിരവധി ഇടങ്ങൾ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് ഈ ചെറുകിട കടക്കാരെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ ഹോട്ടലുകൾക്ക് ഏത് വിധേനയും ഈ തരത്തിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും വിറകടുപ്പുകളിലേക്കൊക്കെ മാറി ഇൻഡക്ഷൻ കുക്കറുകളൊക്കെ കൊണ്ടുവന്ന് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരം കടകൾക്ക് ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു നിലയുണ്ട്. എന്തായാലും നമുക്കിവിടെ ഓട്ടോ ഡ്രൈവർമാരുണ്ട്, നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. അണ്ണാ, இந்த கடை எப்போ மூடுனது? 2 நாள் ஆகுது சார் முடி. நேற்று ஒரு நிமிஷம் ஆகுதா? ശരി, എന്തായാലും രണ്ട് ദിവസങ്ങളായി കട ഇവിടെ ഇതൊരു ഓട്ടോ സ്റ്റാൻഡാണ്. 2 days ആവുത്. ഓക്കെ സ്കേൻ, അപ്പോൾ 2 ദിവസമായി എന്തായാലും ഈ കട പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു ഓട്ടോ സ്റ്റാൻഡാണ്. ഈ ഓട്ടോ സ്റ്റാൻഡിലുള്ള ഡ്രൈവേഴ്സ് പറയുന്നത്. അങ്ങനെ നിരവധി ഇടങ്ങളിൽ, ചെന്നൈ നഗരത്തിന്റെ നിരവധി ഇടങ്ങളിൽ എന്തായാലും സമാനമായ രീതിയിൽ ചെറുകിട വ്യാപാരികൾ വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് അനുഭവിക്കുന്നത്. എസ്. നന്ദി മനീഷ് മൂർത്തി, അരുമയാണ് റിപ്പോർട്ടർ ഫ്രം ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.